നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും കൃത്യമായിട്ട് അക്കൗണ്ട്സ് കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്തു പോകുന്നില്ല. മാത്രമല്ല അവരുടെ ഇടപാടുകളെല്ലാം നടക്കുന്നത് അവരുടെ സേവിങ്സ് അക്കൗണ്ടിലൂടെയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഇടപാടുകൾ ഓരോന്നും നിങ്ങൾക്ക് എന്താണ് ബിസിനസ്സിൻ്റെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മേ ബി പ്രൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്, അതായത് നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഇടപാടുകളെല്ലാം ഒരു കറണ്ട് അക്കൗണ്ടിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഇടപാടുകൾ ഇത് ഏതൊക്കെയാണെന്ന് അറിയുന്നില്ല എങ്കിൽ അതെല്ലാം ടോട്ടൽ ടേൺ ഓവർ ആയിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ കറണ്ട് അക്കൗണ്ടിലൂടെ തന്നെ ചെയ്യാം. പിന്നെ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സേവിങ്സ് മാറ്റി വെക്കാനാണ്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിലൂടെ ഒരു പരിധിക്ക് മുകളിൽ ഇടപാടുകൾ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സ് നോട്ടീസ് വരും, അയാൾക്ക് എവിടുന്നാണ് ഇത്ര സേവിങ്സ്. ഓക്കെ, മറ്റേത് ടേൺ ഓവർ ആണ്, മറ്റേത് കറണ്ട് അക്കൗണ്ടിലൂടെയാണ് കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അത് ഗവൺമെൻറ്റിന് അറിയാം, അത് ബിസിനസ്സിൻ്റെ ടേൺ ഓവർ ആണ്, അത് അയാളെ പ്രോഫിറ്റ് അല്ല, ബാലൻസ് വരുന്നതല്ല. ഇവിടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞ് ബാലൻസ് വരുന്ന എമൗണ്ട് നിക്ഷേപിക്കാനുള്ള ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. സോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലൂടെ നിങ്ങൾ ബിസിനസ് ചെയ്യരുത്. ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം.